ഹായ് കൂട്ടുകാരെ, സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. 1 ലിറ്റർ തൈരിനുള്ള പുളിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ഈ വലുപ്പത്തിൽ ഒരു പൈനാപ്പിൾ മതിയാവും. ഇനി നമുക്കിതിൻ്റെ കൂഞ്ഞിലും തൊലിയും എല്ലാം ഒന്ന് നീക്കിയതിന് ശേഷം ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിളിനുള്ള ഈ പുളിശ്ശേരിക്കുള്ള പൈനാപ്പിൾ എടുക്കുമ്പോൾ ഇതുപോലെ നന്നായി പഴുത്ത പൈനാപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൈനാപ്പിൾ നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അരിഞ്ഞെടുത്ത പൈനാപ്പിൾ നമ്മൾ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി പാകത്തിന് വെള്ളം. ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മതി. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിലും താഴെയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ പുളിശ്ശേരിക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ കപ്പിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരല്പം ചേർത്താൽ മതി. ഇനി ഇത് പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് വെന്തിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ചേർക്കാം. ഇതിപ്പം ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ടുണ്ട്. കുറച്ചൊന്ന് ആറിത്തണുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ കൂടെ തന്നെ തൈരും കൂടി ഇപ്പം തന്നെ ഒഴിച്ച് വിടുക. അപ്പം നന്നായിട്ട് ചൂടായിരിക്കുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ആറുന്നിടം വരെ വെയിറ്റ് ചെയ്തതാണ്. ഇനി ഈ മിക്സിയുടെ കപ്പിലേക്ക് തന്നെ തൈരും കൂടി ഇട്ടൊന്ന് ഉടച്ച് ഒഴിച്ചെടുക്കാം. നമ്മളിവിടെ പാക്കറ്റ് തൈരാണ് എടുത്തേക്കുന്നത്, 2 കവർ. അതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു പതയുന്ന പരുവം, വെട്ടിത്തിളയ്ക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇനി തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വാങ്ങി വെച്ചതിന് ശേഷവും നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇതിന് മുമ്പ് നമ്മളൊരു അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്താൽ മതി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. ആ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം. 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.